പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രസ്താവനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിചാരണയിൽ പുറത്തുവന്ന നിർണായക വിവരങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് സന്ദേശം അയച്ചുവെന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. 2017 ഫെബ്രുവരി 17-നാണ് പ്രശസ്തയായ നടി അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ആക്രമണം നടന്ന 5ാം ദിവസം, അതായത് ഫെബ്രുവരി 22 രാവിലെ 9:22-നാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നായിരുന്നു ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇതേ സമയത്ത് സന്ദേശങ്ങൾ അയച്ചതായും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയപ്പെട്ടതിനാലാണ് ദിലീപ് ഇത്തരം സന്ദേശങ്ങൾ അയച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ആക്രമണത്തിന്റെ ആദ്യ ദിവസം തന്നെ മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ പേര് പുറത്തു വന്നതോടെ ദിലീപ് കടുത്ത സമ്മർദ്ദത്തിലായി. ഈ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഈ നിർണായക സന്ദേശം വീണ്ടെടുത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ ദിലീപിന്റെ പങ്കിനെ സ്ഥാപിക്കാൻ അവർ ഉപയോഗിച്ച ശക്തമായ തെളിവുകളിൽ ഒന്നാണ്. അത്രയും ഉന്നതങ്ങളിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സിനിമാ നടൻ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സന്ദേശങ്ങൾ അയച്ചത് തന്റെ നിരപരാധിത്വം സ്ഥാപിക്കാനായിരുന്നില്ല, മറിച്ച് അന്വേഷണത്തിന്റെ ഗതി തന്നിലേക്ക് എത്താതിരിക്കാൻ മുൻകൂട്ടി സ്വീകരിച്ച മുൻകരുതലായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ച് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി ദിലീപും കാവ്യമാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് ഈ കൊട്ടേഷൻ ആക്രമണത്തിന് കാരണം. ദിലീപിന്റെ ഫോണിൽ കാവ്യമാധവനുമായുള്ള ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിച്ചു. കാവ്യയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ ദിലീപ് അതീവ രഹസ്യമായാണ് കാവ്യമാധവന്റെ ഫോൺ നമ്പറുകൾ തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് എന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തി. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് ദിലീപ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് എന്ന വിവരവും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. ഇത് ദിലീപും കാവ്യയുമായുള്ള ബന്ധം എത്രത്തോളം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ ഒരു കെട്ടുകഥ മാത്രമാണെന്നുമാണ് ദിലീപ് കോടതിയിൽ സ്വീകരിച്ച നിലപാട്. വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും വ്യാജമായി നിർമ്മിച്ചതാണെന്നുമാണ് ദിലീപിന്റെ പ്രധാന പ്രതിരോധം. പോലീസ് മനഃപൂർവ്വം തന്നെ വേട്ടയാടുകയാണെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നും അദ്ദേഹം വാദിച്ചു. ആകെ 10 പ്രതികളുള്ള ഈ കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. കേസിന്റെ വിചാരണ നീണ്ട വർഷങ്ങളോളം തുടർന്നു. സാക്ഷി വിസ്താരത്തിലും തെളിവുകൾ സമർപ്പിക്കുന്നതിനും പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടത്തിയത്. പലപ്പോഴും വിചാരണ വേളയിലെ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വരുന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾക്ക് ആക്രമണത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിലീപിനെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് ഇതെന്നും പറയുന്നുണ്ട്. ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആശ്രയിച്ച പ്രധാന തെളിവുകളിൽ ഒന്നാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച ഈ സന്ദേശം. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെങ്കിൽ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്രയധികം സമ്മർദ്ദത്തിലാകേണ്ട കാര്യമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി എങ്ങനെ വിലയിരുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിധി. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദിലീപ് അയച്ച സന്ദേശങ്ങളും കാവ്യമാധവനുമായുള്ള ചാറ്റുകൾ രഹസ്യപേരുകളിൽ സൂക്ഷിച്ചതിന്റെ തെളിവുകളും ഗൂഢാലോചനയുടെ കണ്ണികൾ മുറക്കാൻ പ്രോസിക്യൂഷനെ സഹായിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെയെല്ലാം ആധികാരികതയും വിശ്വാസത്തെയും പ്രതിഭാഗം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇത്രയേറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം വിധി പ്രസ്താവം പ്രഖ്യാപിക്കാൻ കേവലം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ വിവരങ്ങൾ പുറത്തു വന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിയുടെ അന്തിമവിധി എന്തായിരിക്കുമെന്നും അത് കേരള രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ രംഗങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ്.